ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കാറായില്ലേ. അപ്പം നമ്മളെ ബുക്കും പുസ്തകമൊക്കെ എങ്ങനെയാണ് പൊതിയുന്നതെന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം, കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ ഞാനൊരു ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ പൊതിയുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ അളവിൽ നമ്മൾ പൊതിയുന്ന പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ആദ്യത്തെ സ്റ്റെപ്പാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിത് രണ്ട് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പേപ്പർ. അങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിനി ഇത് നമ്മൾ മടക്കി വെക്കാൻ പോവാണ്. എങ്ങനെയാണ് മടക്കി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ പൊന്തിയിരിക്കുന്ന ഭാഗം കത്രിക കൊണ്ട് കീറി നമ്മുടെ ബുക്കിൻ്റെ ബൈൻഡിലേക്ക് മടക്കി വെക്കുക. എന്നിട്ട് രണ്ട് സൈഡ് ഇതുപോലെ നമ്മുടെ കോണോട് കോൺ മടക്കില്ലേ, അതുപോലെ മടക്കുക. എന്നിട്ട് ഈ രണ്ട് സൈഡ് നമ്മൾ കത്രിക കൊണ്ട് വെട്ടണം. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്, ഒരു സൈഡ് മാത്രമേ വെട്ടിയുള്ളൂ. പക്ഷേ രണ്ട് സൈഡും വെട്ടുന്നതായിരിക്കും നല്ലത്. കാരണം എപ്പോഴും ഇങ്ങനെ പൊന്തി നിൽക്കില്ല, അത് ഒറ്റയടിക്ക് ഇങ്ങനെ അമർത്തി അങ്ങ് ഇരുന്നുള്ളൂ. സ്റ്റാപ്ലെയർ ഒട്ടിച്ചാലും രണ്ട് സൈഡ് വെട്ടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ ഈ കാണുന്ന പോലെ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ത്രികോണാകൃതിയിൽ അത് വെട്ടുക എന്ന് വെച്ചാൽ നമ്മൾ മടക്കുന്ന രീതിയിൽ തന്നെ വെട്ടിയതിന് ശേഷം അതിങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ബുക്കിൻ്റെ ബൈൻഡ് അടച്ച് അത് നല്ല രീതിയിലൊന്ന് പതുക്കിയൊക്കെ കൊടുത്തതിന് ശേഷം അങ്ങനെ നമ്മുടെ ബുക്കിൻ്റെ പൊതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ തുറക്കാറായി. ഞാൻ ബുക്ക് പൊതിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, ബുക്കെല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജൂൺ 3-ാം തീയതി ബാക്ക് ടു സ്കൂൾ വീഡിയോ ഫുള്ളുണ്ട്. എൻ്റെ ബാഗും ബുക്കും ടെക്സ്റ്റും എല്ലാം ആ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും, സ്കൂളും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.